മാനസമൈനാ നിങ്ങൾക്കൊപ്പം കൂട്ടുകൂടിയാ സിദ്ധു ഈ കാണിച്ചു കൂട്ടി നോക്കേ. പ്ലീസ് നിങ്ങളെ പോലെ ആക്കില്ല എന്റെ സിദ്ധുവിനെ. എവിടെയാ എന്റെ സിദ്ധു? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക്. ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളോടൊക്കെ സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ സിദ്ധുവിനെ തിരക്കി പോവായിരുന്നു. ഇത്ര സുഖമായിട്ട് കിടന്ന് ഉറങ്ങില്ലായിരുന്നു. എന്തിനാ മനസ്സ് വെറുതെ നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ ഈ ഞാൻ നിന്നോട് ചെയ്തേ? മറന്നുപോയോ നിങ്ങള്? അല്ല, മറന്നുപോയതായിട്ട് അഭിനയിക്കുക നിങ്ങള്. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാൻ ഞാൻ. പറയണോ? ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയണോ ഞാൻ? കഴിഞ്ഞു പോയതിന്റെയും നിങ്ങളിപ്പം മൈനയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്നതിന്റെയും വിഴിപ്പലക്കാൻ വന്നതല്ല ഞാൻ. എന്റെ സിദ്ധുവിനെ എനിക്ക് കാണണം. സിദ്ധു എവിടെ പോയതാണെന്ന് എനിക്ക് അറിയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല. അവനെ ഞാൻ കണ്ടില്ല. കള്ളം പറയാ നിങ്ങള്. എന്റെ സിദ്ധുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ സിദ്ധുവിന് പറ്റിയത്? സിദ്ധുവിനെ എവിടെയാ നിങ്ങളെ കൊണ്ട് തള്ളിയത്? നിനക്ക് എന്താ മനസ്സേ? എന്തിനാ വെറുതെ ഇങ്ങനെ ഊഹിച്ചു കൂട്ടുന്നേ? അവനിങ്ങ് വരും. ഇല്ല, വരില്ല. സിദ്ധു ഇനി വരില്ല. നിങ്ങൾ സിദ്ധുവിനെ എന്തോ ചെയ്തിട്ടുണ്ട്. പറയേ, എവിടെയാ എന്റെ സിദ്ധു? കള്ള് കൊടുത്തു കൊടുത്ത് നശിപ്പിച്ചു കളഞ്ഞോ? എവിടെ പോന്നു നിങ്ങള്? ഞാൻ ചോദിച്ചതിന് ഉത്തരം തരാതെ എവിടെ വിടില്ല ഞാൻ നിങ്ങളെ. ഒരുപാട് ക്ഷമിച്ചതാ ഞാൻ. ഇനി വയ്യ. ഇനിയൊരു വാക്കും ഇന്ത്യ അടിമേടിക്കുന്നീ. അവനിങ്ങ് വരും. വരാണ്ട് എവിടെ പോവാനാ? ഞാൻ അന്വേഷിച്ചോളാം അവനെ. നീ സമാധാനമായിട്ടിരിക്കേ. കഷ്ടം, നിങ്ങൾ ഇങ്ങനെ ആയി പോയതല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ജീവിച്ചതാണേലും നിങ്ങൾക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു പണ്ട്. ആ ഒറ്റ കാര്യത്തിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോ ഉണ്ടല്ലോ, ഒരൊറ്റ ചവിട്ടം കൊല്ലാൻ തോന്നുക. കണ്ട അവളുമാരുടെ പേറിന് കാവ നിൽക്കുന്ന നാണം കെട്ട തള്ള. അതിന് നിനക്കെന്താ ചെയ്ത? നിന്റെ പെണ്ണ് പ്രസവിച്ചെടുത്തപ്പോ പേരെടുക്കാൻ വന്നില്ലല്ലോ ഞാൻ. എന്റെ പെണ്ണോ? കൊള്ളാം. അവളിനി പ്രസവിക്കത്തില്ല. അവള് അങ്ങേ ലോകത്തോട്ട് പോയിട്ട് കൊല്ലം 2 ആയി. അവളുടെ കാമുകനെ തേടി നടക്കുന്നവനാ ഞാൻ. അവനെ ഞാനങ്ങ് പറഞ്ഞു വിടും. കൊല്ല്, എല്ലാവരെയും കൊല്ലു നീ. നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ. അതിനിടയില് പൊന്നുമോൻ ഈ അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ തന്ത ഇട്ടെറിഞ്ഞു പോയിട്ടും ഞാൻ ജീവിച്ചു. നിന്നെ വളർത്തി വലുതാക്കി. വലുതായപ്പോ പിഴച്ച തന്തയുടെ വഴിക്ക് നീയും പോയി. തെരുവിന് തെണ്ടി തിരിഞ്ഞു നടക്കേണ്ട എന്നെ മനസ്സ് നിറയെ സ്നേഹവും വയറു നിറയെ ആഹാരവും തന്ന് എന്നെ പോറ്റിയത് ഹരിസാറ. ആ സാറിന് വേണ്ടി എന്ത് ചെയ്യോടാ ഞാൻ? അമ്മിണിയമ്മ എന്ന
അദ്ദേഹം വിളിക്കുമ്പോ നീ എന്നെ വിളിക്കാൻ മറന്നുപോയ ആ അമ്മയെന്നുള്ള വിളിയുണ്ടല്ലോ, അത് കേൾക്കുന്നുണ്ടടാ ഞാൻ. ഓ, ഒരു കൊമ്പത്തെ കരിച്ചാറ്, വലിയ കേമനാന്ന് പറഞ്ഞ് നടക്കാൻ കൊള്ളാം. ഒരു പൊടി കുഞ്ഞിനെ സൂക്ഷിക്കാൻ അവന് കഴിഞ്ഞോ? അവന്റെ കണ്ണീന്ന് അടിച്ചോണ്ട് പോയില്ലേ? അങ്ങനെ ഇരിക്കും ആമ്പിളരോട് കളിച്ച. നീയല്ലേ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? സത്യം പറ, ആ മഹാപാപം ചെയ്തത് നീയല്ലേ? അനാവശ്യം വിളിച്ചു പറഞ്ഞോണ്ടല്ലോ, ചവിട്ടി തേക്ക് ഞാനിവിടെ. നീയാണത് ചെയ്തതെങ്കിൽ തിരികെ താടാ ആ കുഞ്ഞിനെ. പെറ്റ വയറും താങ്ങി ബോധമില്ലാതൊരു മോള് അകത്ത് കിടക്കുക. വരട്ടെ തള്ളം. Excuse me, doctor. Yes. ഗൗരി എടുത്തി എടുത്തി. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? എന്തേ, എനിക്ക് വന്നൂടെ? വന്നോളൂ. ഈ വരവെന്തെങ്കിലും കുരുത്തക്കേടൊപ്പിക്കാനുള്ള വരവാണോടി? ഞാൻ വെറുതെ വന്നതാ. എടുത്തി, മൈനയുടെ കുഞ്ഞിനെ കണ്ടു കിട്ടിയോ? എന്തിനാ? അങ്ങനെ വല്ലതും ഹരിയേട്ടൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അല്ല, എന്താ ഒരു സെന്റിമെന്റ്സ്? കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച മാനസല്ലല്ലോ ഇത്. ഒന്നുമില്ല എടുത്തി, ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്തപ്പോ എന്തോ ഒരു ഞാനും അനുഭവിച്ചതല്ലേ. ഹരിയേട്ടൻ വല്ലതും പറഞ്ഞോ? കണ്ടുകിട്ടില്ല. എങ്ങനെ കണ്ടുകിട്ടാനാ? അതൊരു പിഞ്ചു കുഞ്ഞല്ലേ. ഈശ്വര, ഹരിയേട്ടന് സങ്കടമുണ്ടോ? ഞാൻ ചോദിച്ചില്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. ആ കുഞ്ഞിനെ, അതിനെ കാണാതെ പോയത് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാണെന്ന് വിശ്വസിക്കും. എന്ത് ദുഷ്ടത്തരം എടുത്തി പറയുന്നത്? ആ കുഞ്ഞിനേക്കാൾ വലുതല്ലേ മനസ്സേ നമുക്ക് നമ്മുടെയൊക്കെ ജീവിതം, അല്ലേ? എന്തേ മിണ്ടാത്തെ? ഏതോ ജന്മത്തില് ചെയ്തു പോയ മഹാപാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാ ഞാൻ. എനിക്കും എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാ. ആ സങ്കടം എനിക്കറിയാം. അനുഭവിച്ചവർക്കേ അതറിയൂ എടുത്തേ. എത്ര ശത്രുവിന്റെ ആയാലും ആ കുഞ്ഞ് അതെന്ത് തെറ്റ് ചെയ്തിട്ടാ? മനസ്സേ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നില തെറ്റിക്കാൻ പിറന്നതാ ആ കുഞ്ഞ്. അത് മറക്കരുത് നീ.
മോനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മണിയമ്മ അകത്തേക്ക് പൊക്കോളൂ. ബാഗൊക്കെ ഞാൻ അവിടെ എത്തിക്കാം. എത്രയായി? വാടക അവര് തന്നു. ഛേ, ഓട്ടം വിളിച്ച് വിട്ടപ്പോഴേ തന്നോട് ഞാൻ പറഞ്ഞല്ലേ അവരെ കയ്യിൽ നിന്ന് കാശ് മേടിക്കരുതെന്ന്. എന്ന് പറഞ്ഞ അർജുൻ ഉണ്ടാവും എനിക്കറിയാം. ശരി ശരി. ഓക്കെ. ആ ഇതിപ്പോ എവിടെ വെക്ക? അമ്മണിയമ്മേ, ഇത് എവിടെയാ വെക്കേണ്ടത്? അവിടെ വെച്ചോളൂ. അല്ല, ഇതൊക്കെ എവിടെ വെക്കേണ്ടത്? ഛേ, ആകെ നാണക്കേടായി. ആഹാ, മോൻ പോയില്ലേ? അത് എന്നാൽ എന്ത് പണി അമ്മണിയമ്മ കാണിച്ചത്? ആ ടാക്സി വാടക ഞാൻ കൊടുക്കുമായിരുന്നില്ലേ? ഇപ്പം ഞാൻ ആകെ നാണം കിട്ടും. എന്തിന്? കയ്യിൽ കാശുണ്ടായിരുന്നു, അതങ്ങ് കൊടുത്തു. വെറുതെ നിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? മോ ഈ കാണിക്കുന്ന സഹായത്തിന് ഇവിടെ ഉള്ളവർക്ക് ഒരു അർഹതയില്ലാത്തതാ. അതിനിടയിൽ തന്നെയുമല്ല, നീയാണ് ടാക്സി കാശ് കൊടുത്തതെന്ന് ഹരിസാർ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഹരിസാറ് ഒക്കെ കപടതയാണെന്നേ. കണ്ടതല്ലേ ഹോസ്പിറ്റലിൽ വന്ന് അയാൾ കാണിച്ചു കൂട്ടിയത്? ഓട്ടവും ചാട്ടവും. അതെന്തെങ്കിലും ആവട്ടെ, സ്നേഹം ഉണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ ഇപ്പൊ നിങ്ങളോടൊപ്പം ഉണ്ടാവുമായിരുന്നല്ലോ. വന്നില്ലല്ലോ, വരില്ല. എന്താ കാരണം? അയാൾക്ക് നാണക്കേടല്ലേ? ഇപ്പൊ ആ കുഞ്ഞിനെ കാണാതായതിൽ ഹരിസാറിന് സന്തോഷേ കാണൂ. അതങ്ങ് ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഞാൻ പറയുമ്പോ ഇതൊന്നും വേറെ അർത്ഥത്തിൽ എടുക്കരുത് കേട്ടോ. കണ്ട കാര്യം തുറന്ന് അങ്ങ് പറഞ്ഞു. എല്ലാരും കൂടി ചതിക്കല്ലായിരുന്നോ ആ പാവം പെണ്ണിനെ? എന്തായാലും ഇത്രത്തോളം ദ്രോഹം ഞാൻ മൈനയോട് ചെയ്തിട്ടില്ല. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലും ഒന്ന് കാണിക്കാതെ തട്ടിപ്പറിച്ചെടുത്തില്ല അവര്. അയ്യോ, നീ എന്തായി പറയുന്നേ? എനിക്ക് സംശയമുണ്ട് അമ്മണിയമ്മേ. SP ഹരിശങ്കർ എന്ന ഹരിസാർ അറിയാതെ ആ ഹോസ്പിറ്റൽ ഒന്നും നടക്കില്ല, നടക്കുകയില്ല. എന്താ ഈ പറയണത്? ഒരു ദിവസം 10-20 ഡെലിവറി നടക്കുന്ന അത്ര സ്ട്രിക്റ്റ് ആയ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മൈന പ്രസവിച്ച കുഞ്ഞിനെ മാത്രം കാണാതാവുന്നത് എങ്ങനെയാ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? കേസ് കൊടുക്കണം അമ്മണിയമ്മേ. അല്ല, കേസ് കൊടുത്തിട്ട് എന്തിനാ അപ്പൊ? അന്വേഷിക്കേണ്ട ആളല്ലേ ഇതിലെ പ്രതി? അർജുന, ഹരിസാറാണോ കുഞ്ഞിനെ? അല്ലെന്ന് വിശ്വസിക്കാൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഞാൻ പറയാതെ തന്നെ ഈ സംശയം അമ്മണിയമ്മയ്ക്ക് തോന്നിയില്ലേ? ഇല്ലെന്ന് പറ്റെങ്കിൽ പറ. മതി. ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. ആ അവകാശത്തിന്റെ പേരിൽ ഇനി നിങ്ങൾ ഒരുപാട് ചുഴിഞ്ഞിറങ്ങണ്ട. നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ കുഞ്ഞിനെയാ. അതിനെ ഓർത്ത് ഞാൻ വേദനിച്ചോളാം. അതിൽ എനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സോറി സോറി.
ജോർജ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അങ്ങനൊരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടില്ല. അതെ, ഈ മിസ്സിംഗ് ആയെന്ന് പറയുന്ന കുഞ്ഞിന്റെ പേരൻസോ റിലേറ്റീവ്സോ അങ്ങനെ ആരും നമുക്ക് കംപ്ലൈന്റ് തന്നിട്ടില്ല. യുനോ. ആ, പോലീസിന് സ്വമേധയാ കേസ് ചാർജ് ചെയ്ത് എൻക്വയറി ചെയ്യണമെന്നാണ് ജോർജ് പറയുന്നതെങ്കിൽ ആക്ച്വലി കുഞ്ഞ് മിസ്സിംഗ് ആണെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടുള്ള അറിവേ നമുക്കുള്ളൂ. കറണ്ട് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇതുവരെ ഇല്ല. ആ, ജോർജിനിപ്പോ പിക്ചർ മനസ്സിലായില്ലേ? എനിവേ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഹരി, ജോർജാ വിളിച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ബാച്ച്മേറ്റാ. ഇപ്പൊ കാലിക്കറ്റില്ല. കുഞ്ഞിന്റെ മിസ്സിംഗ് ന്യൂസ് അയാൾ അറിഞ്ഞു. ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് എനിക്ക് പറയാൻ പറ്റുമോ എന്റെ മൈനയുടെ കുഞ്ഞ നഷ്ടപ്പെട്ടതെന്നും നെഞ്ചു പിടഞ്ഞ ഞാനിവിടെ നിൽക്കുന്നതെന്നും? എന്തൊരവസ്ഥയാ ഗൗരി ഇത്. അനുഭവിച്ച് തീരുന്നതിനേക്കാൾ വലുത് തിരമാല പോലെ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്നായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പുലർച്ചെയാണ് കുഞ്ഞിനെ കാണാതായതല്ലേ? പുലർച്ചെയാണ് അത് സംഭവിച്ചതെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഗൗരി, നീ? അല്ല, അതുവരെ ഡ്യൂട്ടി നഴ്സ് ഉണ്ടാവുമല്ലോ. ഡ്യൂട്ടി ഷിഫ്റ്റ് ആവുമ്പോഴല്ലേ അവര് പുറത്തിറങ്ങൂ. അപ്പോഴല്ലേ. ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? ലുക്ക് ഹരി, ഐ എം എ ഡോക്ടർ. വലിയ പ്രാക്ടീസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാനൊന്നും മറന്നിട്ടില്ല. ഹരി, ഇങ്ങനെ മൈന കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ട്രെയിൻ എടുത്ത് ഇങ്ങനെ ഉള്ളിൽ കയറ്റി വെച്ചാലുണ്ടല്ലോ, ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നഷ്ടം മറ്റാർക്കുമല്ല, എനിക്ക് നമ്മുടെ മോക്കുവാ. അത് ഓർമ്മ വേണം ഹരിക്ക്. ഹരി ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി? ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? എനിക്ക് എന്റെ മൈനയുടെ കുഞ്ഞിനെ കണ്ടെത്തണം ഗൗരി. ആ കുഞ്ഞിനെ അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കണം. അല്ലാതെ എനിക്ക് മറ്റൊന്നിനും കഴിയില്ല. അതിന് ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ ഹരി? ഹരി ഒരു പോലീസ് ഓഫീസറാ. ഹരിയെ അനുസരിക്കാൻ എത്രയോ സബോർഡിനേറ്റ്സ് ഉണ്ട്. അവരെ കൊണ്ട് അന്വേഷിപ്പിച്ചൂടെ? എല്ലാം ഹരി തന്നെ ഏറ്റെടുത്ത് നടത്തണോ? അതെനിക്ക് മനസ്സിലാവാത്തത്. ഗൗരി, ഞാനൊരു പോലീസുകാരൻ മാത്രമല്ല, ഒരു ഏട്ടനും കൂടിയാ. സ്വന്തം കുഞ്ഞിനെ കാണാതെ ചങ്ക് പൊട്ടി കരയുന്ന എന്റെ മൈനയുണ്ട് അവിടെ. ആ കണ്ണീര് തോരാതെ എന്റെ നെഞ്ചിൽ തീ അണയില്ല. സംശയമുണ്ടോ ഹരിക്കാരെങ്കിലും? സംശയിക്കാം, ആരെ വേണമെങ്കിലും. ആ സ്റ്റാഫ് നഴ്സുമാർ മുതൽ അമ്മണിയമ്മ വരെ, അന്ന് രാത്രിയിലും പകലിലും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നവരെ മുഴുവനും സംശയിക്കാം. നാട്ടുകാരെ അറിയിച്ചുള്ള ഒരന്വേഷണത്തിനും കഴിയില്ലല്ലോ നമുക്കിപ്പോ. വക്കം മൂലം അറിഞ്ഞാ പിന്നെ കഥ പറഞ്ഞ് നാട്ടുകാർക്ക് ചിരിക്കാനുള്ള ഒരു കഥാപാത്രമായി പോവും എന്റെ മൈന. രണ്ട് കാലും വരിഞ്ഞു കെട്ടി വായിൽ തുണിയും തിരികി ഒട്ടക്കണക്കിൽ വലിച്ചെറിഞ്ഞവന്റെ അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നിനും കഴിയാത്തൊരവസ്ഥ. രണ്ട് കാലും വരിഞ്ഞു കെട്ടി വായിൽ തുണിയും തിരികി ഒട്ടക്കണക്കിൽ വലിച്ചെറിഞ്ഞവന്റെ അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നിനും കഴിയാത്തൊരവസ്ഥ. കാലുകൾ ഉറപ്പിച്ച് ഈ മണ്ണിൽ ചവിട്ടി നിന്ന കാലം തൊട്ടേ തുടങ്ങിയതാ എന്നെ നെഞ്ചു പുകയാൻ. ഒരു കനൽ പോലും അണഞ്ഞിട്ടില്ല ഇതുവരെ. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അത് നീറി നീറി തെളിയുക. എന്തിനാ ഗൗരി ഈശ്വരന്മാർ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? അതിനു മാത്രം ഞാൻ എന്ത് മഹാഭാവ ചെയ്തേ? എല്ലാവരുടെയും സങ്കടം ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. ഞാനായിട്ട് ആർക്കും സങ്കടം കൊടുത്തിട്ടില്ലല്ലോ ഗൗരി. എനിക്കോ? ഹരി എന്റെ ഈ കരുത്തിൽ മിന്നു കെട്ടിയ നാൾ മുതൽ ഹരി എനിക്ക് വേറെന്താ തന്നിട്ടുള്ളത്? കുറെ അവഗണനകളും സങ്കടങ്ങളും അല്ലാതെ. ഇല്ലെന്ന് പറയാൻ കഴിയോ ഹരിക്ക്? ഗൗരി, എന്റെ സങ്കടം നിന്റെ സങ്കടം എന്നൊക്കെ ഉണ്ടോ നമുക്കിടയില്? ഉണ്ട് ഹരി. ഹരി എന്നും ഹരിയുടെ മാത്രമായ ഒരു ലോകത്താ. ഞാനതിന്റെ ഒരുപാട് ദൂരത്തും. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളായി പോയവളാ ഞാൻ.
എപ്പോഴെങ്കിലും ഹരി എന്റെ ഭാഗത്തുനിന്നൂടി ഒന്ന് ചിന്തിക്കണം. അപ്പൊ മനസ്സിലാവും. ഗൗരി, സർ, എന്തായി ജോണേ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ജോൺ പറഞ്ഞോ. സർ, സ്നേഹഗിരി എന്ന കോൺവെന്റ് ഓർഫണേജിൽ നിന്നും അവിടുത്തെ മദർ സുപ്പീരിയറിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റേഷനിലേക്ക് SI എന്നെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. ആ, പറയേ. നമ്മൾ അന്വേഷിക്കുന്നത് പോലൊരു കുഞ്ഞിനെ ഓർഫണേജിനടുത്തുള്ള കുരിശടിയിൽ നിന്നും കണ്ടുകിട്ടിയെന്ന്. നമുക്കൊന്ന് പോണം സാർ. ഈ വിവരം ജോൺ മറ്റാരോടെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ. അവിടുത്തെ SI അശോകനും നമുക്ക് മാത്രമേ അറിയൂ. അശോകൻ എന്റെ ഒരു ബന്ധു കൂടിയാണ്. ദാറ്റ്സ് ഗുഡ്. നമുക്കിപ്പോ തന്നെ പോണം.